മക്കളെ, വെൽക്കം ടു എജിപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിതാമസാണ്. സോ ക്രിസ്മസ് എക്സാമിന് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആണ് ക്ലെവർ കാർല അല്ലെ. ക്ലെവർ കാർല എന്ന് പറഞ്ഞ ആ ഒരു പ്ലേന്റെ അകത്ത് അല്ലെങ്കിൽ ആ ഒരു ചെറിയ ഒരു ഡ്രാമയിനകത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത്? കാർല എന്ന് പറഞ്ഞാൽ വളരെ ക്ലെവർ ആയിട്ടുള്ള ബുദ്ധിശാലിയായ ഒരു പെൺകുട്ടി അല്ലെ. ആ പെൺകുട്ടി എങ്ങനെയാണ് അവളുടെ ഫാദറിനെ ചതിച്ച ഒരാളെ തിരിച്ച് അതേ നാണയത്തിൽ അങ്ങോട്ടേക്ക് ഒരു പണി കൊടുക്കുന്നത് എന്നുള്ളതാണ് ആ ഒരു പ്ലേന്റെ അകത്ത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. സോ നിങ്ങൾ അതിന്റെ ലൈവ് ഒക്കെ കണ്ടിട്ടില്ലായിരുന്നോടാ? മിസ് അതിന്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടല്ലേ അതിന് ആ ലെസന്റെ നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു ലൈവ് ഉണ്ടായിരുന്നു. നമ്മുടെ സോഷ്യൽ സയൻസിന്റെയും ഇംഗ്ലീഷിന്റെയും കൂടെ ഒരു ലൈവിലാണ് കേട്ടോ. നിങ്ങൾ ലൈവിന്റെ സെഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണാം. ഇപ്പം മിസ് പറയാൻ വേണ്ടി പോകുന്നത് ക്ലെവർ കാർല എന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. മിക്കവാറും ചിലപ്പോ അല്ലേ നമുക്ക് പറയാൻ പറ്റില്ല ഏത് ക്വസ്റ്റനാ ചോദിക്കാന്ന് അറിയില്ലല്ലോ. സോ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് മിസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്താണ്ടാ ആ ഒരു ക്വസ്റ്റ്യൻ? തോട്ട്സ് ആണ് മക്കളെ. ഏതാണ്? തോട്ട്സ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നിങ്ങൾ 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് 4th പഠിക്കുമ്പോൾ തൊട്ട് തന്നെ തോട്ട്സ് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാറുണ്ട് അല്ലേ. തോട്ട്സോ അല്ലെങ്കിൽ ഡയറി എൻട്രിയോ ആണ്. ഇപ്പൊ കുറച്ചുകൂടെ വലിയ കുട്ടികളാവുന്ന സമയത്ത് ഡയറി എൻട്രിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഡയറി എൻട്രി പോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ ഒന്നാണ് തോട്ട്സ് എന്നുള്ളത്. ഓക്കെ, സോ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർലയുടെ തോട്ട്സ് അല്ല, കാർലയുടെ ഫാദർ ആയിട്ടുള്ള ആ ഒരു ഫാമർ ഇല്ലായിരുന്നോ, ഫാമറിന്റെ തോട്ട്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ നോക്കടാ. Yes, the farmer walks back home with the cruel merchant's laugh ringing in his ears. Write down the thoughts of Carla's father. So, ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ എഴുതാനുള്ളത് എന്താണ്ടാ? കാർലയുടെ ഫാദർ അല്ലെ. യെസ്, കാർലയുടെ ഫാദറുടെ തോട്ട്സ് ആണ് എഴുതാൻ വേണ്ടി ഉള്ളത്. അപ്പൊ നോക്കടാ, ആ ഫാമർ അല്ലെ, കാർലയുടെ ഫാദറിനെ എന്താണ് ഒരു മെർച്ചന്റ് അല്ലെ, അദ്ദേഹത്തിന്റെ ഗ്രെയിൻസ് വിൽക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഒരു ഭയങ്കര ഗ്രീഡി ആയിട്ടുള്ള മെർച്ചന്റ് അല്ലെ, ദുരാഗ്രഹി ആയിട്ടുള്ള ഒരു മെർച്ചന്റ് എന്താ പറയുന്നത്? ഓക്കെ, ഹൗ മച്ച് ഫോർ ഓൾ ദീസ് അല്ലെ, ഇതിനെല്ലാം കൂടെ എത്രയാണെന്ന് ചോദിച്ചിട്ട് അയാളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ എത്രയാണ് എല്ലാത്തിനും കൂടെ എത്രയാണെന്ന് ചോദിക്കുന്നു. അങ്ങനെ കാർലാസ് ഫാദർ ഈ ഫാമർ എന്ത് പറയുന്നു? ഓക്കെ, എല്ലാത്തിനും കൂടെ 20 കോപ്പർ പീസസ് അല്ലെ, 20 കോപ്പർ പീസസ് അല്ലെങ്കിൽ 20 കാശ് തന്നാൽ മതി എന്ന് പറയാണ്. ആൻഡ് ദ മെർച്ചന്റ് ഗീവ്സ് ഹിം ദ സെയിം അല്ലെ, ആ പൈസ കൊടുക്കുകയാണ്. പിന്നീടാണ് ആരറിയുന്നത്? കാർലന്റെ ഫാദർ അറിയുന്നത് എന്നെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. കാരണം എന്താണ്? ആ 20 കോപ്പർ പീസസിന് ഈ മുഴുവനല്ല ആ കുതിരയും പിന്നെന്താ പറയാ ഗ്രെയിൻസും എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ട വന്നിട്ടുള്ളത്. സോ ഇയാള് മനസ്സിലാക്കാണല്ലോ, അയ്യോ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു ഫാക്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യാണ്? തിരിച്ച് അല്ലെ ആ എല്ലാം നഷ്ടപ്പെട്ട് അങ്ങനെ ജഡ്ജിനടുത്ത് പോയ സമയത്ത് ജഡ്ജും പറയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് എല്ലാം കൊടുത്തോളാം അല്ലെ, ഹൗ മച്ച് ഫോർ ഓൾ ദീസ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനും കൂടെ ഉള്ള വിലയാണല്ലോ നിങ്ങൾ ഇട്ടിട്ടുള്ളത്. സോ ന്യായം ആരുടെ ഭാഗത്താണെന്ന് പറയുന്നു? അതായത് മെർച്ചന്റിന്റെ ഭാഗത്തെന്ന് പറഞ്ഞിട്ട് ആ ജഡ്ജും നമ്മളുടെ അല്ലെ കാർലയുടെ ഫാദറിനെതിരെ ആവുകയാണ് ചെയ്യുന്നത്. സോ വാക്കിംഗ് ബാക്ക് ഹോം, അയാൾ തിരിച്ചു നടക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ ഒരുപാട് വിഷമമാണ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക? കാർലയുടെ അടുത്ത് രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ഐ വിൽ റിട്ടേൺ ബാക്ക് ഹോം അല്ലെ, തിരിച്ച് വീട്ടിൽ വരാം വിത്ത് എന്താണ് പോക്കറ്റ് ഫുൾ ഓഫ് മണി അല്ലെ, പോക്കറ്റ് നിറച്ചും പൈസയായിട്ട് തിരിച്ചു വരാട്ടോ എന്ന് പറഞ്ഞിട്ട് കാർലനോട് പറഞ്ഞു പോന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഭയങ്കര ഒരു ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണല്ലേ. സോ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് വിളയിച്ചെടുത്തിട്ടുള്ള ധാന്യങ്ങളും ഗ്രെയിൻസും ഒക്കെ ആയിരിക്കില്ല അത്. സോ അതാണ് ഇങ്ങനെ വളരെ ചെറിയ കാശിന് കൊടുക്കേണ്ടി വരുന്നത്. ആ ഗ്രെയിൻസ് മാത്രല്ല, എന്താണിടാ അയാൾക്ക് അയാളുടെ ഹോഴ്സും നഷ്ടപ്പെട്ടു, അത് കൊണ്ടുവന്ന് ആ വേഗണും നഷ്ടപ്പെട്ടു അല്ലെ. സോ അങ്ങനെയുള്ള ഭയങ്കര സങ്കടമായിരിക്കും. സോ ഹിസ് ഫീലിങ്സ് വുഡ് ബി സാഡ് അല്ലെ, ഭയങ്കര സാഡ് ആയിരിക്കും അല്ലെ ആ ഒരു ഫാദർ അല്ലെങ്കിൽ ആ ഫാമർ എന്തായിരിക്കും, ഭയങ്കര സാഡ് ആയിരിക്കും. ആൻഡ് എന്താണ് ആ ഒരു സാഡ്നെസ്സോടെയുള്ള തോട്ട്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ അത്രയും വിഷമമുള്ള തോട്ട്സ് ആണ് നിങ്ങൾ എഴുതേണ്ടതെന്നുള്ള ഓർക്കുക. മക്കളെ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എന്റെ അതേപോലെ തന്നെ വീഡിയോന് താഴെ നിങ്ങളുടെ കമന്റ്സ് പറയാം. മിസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്താണ് ഇനി യൂസ്ഫുൾ ആയോ, ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ നോക്കാം അല്ലെ എങ്ങനെയാണ് നമുക്ക് അതൊരു തോട്ട്സ്, അതായത് ഫാമറിന്റെ തോട്ട്സ് അല്ലെങ്കിൽ കാർലയുടെ ഫാദറിന്റെ തോട്ട്സ് എങ്ങനെ എഴുതേണ്ടത് നമുക്ക് നോക്കാം. യെസ്, നോക്കടാ. How could I be so foolish? I worked so hard to grow those grains and now I've lost everything. My wagon, my horse and the money I hope to bring home for Carla. നോക്കിയടാ, ആ ഫാദറിന്റെ ഒരു വിഷമം നോക്കിയേ.
ഹൗ കുഡ് ഐ ബി സോ ഫൂളിഷ്? അയ്യോ ഞാൻ എങ്ങനെ ഇത്രയും ഫൂളിഷ് ആയില്ലേ, ഇത്രയും ഫൂളിഷ് ആയിട്ടുള്ള, അയാൾക്ക് മനസ്സിലാവാണ് ഞാൻ വലിയ വിഡിത്തരാണ് ചെയ്തിട്ടുള്ളത്. സോ ഹൗ കുഡ് ഐ ബി സോ ഫൂളിഷ്? ഐ വർക്ക് സോ ഹാർഡ് ടു ഗ്രോ ദോസ് ഗ്രെയിൻസ്. ആ ഒരു ഗ്രെയിൻസ്, ഈ ധാന്യങ്ങൾ കൃഷി ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് നൗ ഐ ഹാവ് ലോസ്റ്റ് എവറിത്തിങ്. ഇപ്പൊ എനിക്ക് എന്റെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. മൈ വേഗൺ അല്ലെ, എന്തൊക്കെയാണ് മൈ വേഗൺ? വേഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ, ആ ഒരു ഉന്തുവണ്ടി ഇല്ല, ആ ഒരു വണ്ടിക്കാണ് പറയുന്നത് വേഗൺ. ആൻഡ് മൈ ഹോഴ്സ് അല്ലെ, എന്റെ കുതിര. And the money I hoped to bring from home for Carla. കാർലയ്ക്ക് വീട്ടിൽ അല്ലെ തിരിച്ചു വരാമ്പോ ഞാൻ പൈസയും കൊണ്ടുവരാന്ന് പറഞ്ഞാണല്ലോ. അപ്പൊ ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓ ഗോഡ്, പിന്നെ ദൈവത്തിനെ വിളിക്കുകയാണല്ലേ. ഓ ഗോഡ്, വാട്ട് വിൽ ഐ ടെൽ ഹർ? ഓയ്യോ എന്റെ ദൈവമേ, ഞാൻ എന്താണ് കാർലയോട്, എന്റെ മകളോട് ഞാൻ എന്താ പറയാ? വാട്ട് വിൽ ഐ ടെൽ ഹർ? ഷീ മൈറ്റ് ബി വെയിറ്റിംഗ് ഈഗേർലി ഫോർ മൈ റിട്ടേൺ. അവൾ എന്താണ്, അവൾ ഞാൻ വരുന്നതിന് വേണ്ടിയിട്ട് ഈഗേർലി വെയിറ്റിംഗ് അല്ലെ, അവൾ ഞാൻ വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, പാവം കാർല. ദെൻ ദാറ്റ് ഗ്രീഡി മെർച്ചന്റ് ട്രിക്ഡ് മീ. കണ്ടോ, ഗ്രീഡി മെർച്ചന്റ് അല്ലെ, ആ മെർച്ചന്റ് ഭയങ്കര ഗ്രീഡി ആണ്. ഗ്രീഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ദുരാഗ്രഹി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സോ ദാറ്റ് ഗ്രീഡി മെർച്ചന്റ് ട്രിക്ഡ് മീ. ട്രിക്ഡ് മീ എന്ന് പറഞ്ഞത് എന്താ? ട്രിക്ഡ് മീ എന്ന് പറഞ്ഞതാണ് പറ്റിക്കുക എന്നുള്ളതാണ് കേട്ടോ. ട്രിക്ഡ് മീ എന്ന് പറഞ്ഞതാണ് പറ്റിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ ദ ഗ്രീഡി മെർച്ചന്റ് ട്രിക്ഡ് മീ ആൻഡ് ഐ ഡിഡന്റ് നോ വാട്ട് ടു ഡു. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഹൗ കുഡ് സംവൺ ബി സോ ക്രൂവൽ? എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും ക്രൂരനാവാൻ വേണ്ടി കഴിയുക അല്ലെ? ക്രൂവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രൂരതയാവുക അല്ലെ? ഇത്രയും വലിയ ക്രൂരനാവാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഐ ഹാവ് നത്തിങ് ലെഫ്റ്റ് ബട്ട് മൈ ഹോപ്പ് ദാറ്റ് കാർല വിൽ ഫോർഗീവ് മീ. എന്റെ ഇനി ബാക്കി ഒന്നുമില്ല, ആകെ എന്താണ്? ബട്ട് മൈ ഹോപ്പ് ദാറ്റ് കാർല വിൽ ഫോർഗീവ് മീ. കാർല എനിക്ക് മാപ്പ് തരും. ഫോർഗീവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ഷമിക്കുക. എന്താണ്? യെസ്, ക്ഷമിക്കുക. അതായത് കാർല എന്നോട് ക്ഷമിക്കും, അല്ലെങ്കിൽ കാർല എനിക്ക് മാപ്പ് തരും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഇനി ആർക്കുള്ളൂ? നമ്മളുടെ ഫാദറിനുള്ളൂ എന്നാണ് പറയുന്നത്. ഗോഡ് പ്ലീസ് ഷോ us a way. ദൈവമേ ഞങ്ങൾക്ക് ഒരു വഴി കാണിച്ചാലും. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ മിക്കവാറും ആ ഒരു ഫാമർ അല്ലെ, കാർലയുടെ ഫാദർ ഇങ്ങനെയൊക്കെ ആയിരിക്കും തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവുക. എല്ലാം നഷ്ടപ്പെട്ടു പോയതിന്റെ വിഷമമാണല്ലോ ഉള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായില്ലേടാ, കാർലയുടെ ഫാദറിന്റെ തോട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതണം എന്നുള്ളത് ക്ലിയർ ആയല്ലോ. പിന്നെ പൊതുവെ മക്കളെ, ഇനി ആരുടെ തോട്ട്സ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ഇമോഷൻ. ഓക്കെ, അവർ സങ്കടമാണെന്നുണ്ടെങ്കിൽ അവർ സങ്കടപ്പെട്ടിരിക്കുന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, അവർ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ വേണം എഴുതാൻ. സോ തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് അയ്യോ നാളെ ഇനിയിപ്പോൾ ഇംഗ്ലീഷ് എക്സാം ആണല്ലോ, ഞാൻ ഇതെല്ലാം കൂടെ പഠിച്ചു കഴിയോ, ഇനി അതിനിടയിൽ കൂടെ മാത്സ് എക്സാമിനുള്ളത് ഞാൻ എപ്പോൾ പഠിക്കും, നമ്മളിങ്ങനെ ഈ ഉള്ളിലുള്ള തോട്ട്സ് അല്ലേ, നമ്മുടെ ചിന്തകളില്ലേ, ആ ചിന്തകൾ അതുപോലെ നമ്മൾ എഴുതുന്നതിനാണ് നമ്മൾ തോട്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കേടാ, തോട്ട്സും ഡയറി എൻട്രിയും ഏകദേശം എന്താ പറയാ ഒരു കുഞ്ഞമ്മയുടെ മക്കൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു ബന്ധം തന്നെയുണ്ട് അല്ലെ. ഡയറി എൻട്രിയും സെയിം തോട്ട്സ് പോലെ തന്നെയാണ്, പക്ഷെ അതിനകത്ത് കുറച്ചും കൂടെ ഒരു അല്ലെ ഫോമാറ്റ് ഉണ്ട് അല്ലെ. നമ്മൾ ഡയറി എഴുതുന്ന സമയത്ത് എന്താണ്, ഒരു ഡയറി പേജ് പോലെയൊക്കെ വരച്ച് അല്ലെ 2024 അല്ലെ ജാനുവരി, പിന്നെന്താ 19 ഇങ്ങനെയൊക്കെ ഒരു ഡേറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഡയറി എഴുതുന്നത്. പക്ഷെ ഓൾമോസ്റ്റ് രണ്ട് സിമിലർ ആണ്. ഓക്കേടാ, സോ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക, തോട്ട്സ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. പിന്നെ മിസ് പറഞ്ഞല്ലോ, ലൈക്ക് ചെയ്യുക, നമ്മളെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് ചെയ്യുക. പിന്നെ ഇനി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആക്ടിവിറ്റി വേണം, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് പഠിച്ചു കഴിഞ്ഞോ മിസ്സേ എക്സാം സെറ്റാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സെറ്റ് ഒന്ന് കമന്റ് ഇട്ടേ, മിസ് ഒന്ന് നോക്കട്ടെ, സെറ്റ് ഒന്ന് കമന്റ് ഇടുക കേട്ടോ. അപ്പോ ഓക്കെ, ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.